ഹലോ ഗായ്സ്, അങ്ങനെ പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവളായിട്ടൊരു നൈറ്റ് സ്റ്റേ. അവളെ കൊച്ചുണ്ട്. അപ്പോൾ കൊച്ചിനെ കാണാം, കുറേ കാലമായി, അതായത് ഒരു 2-3 months ഞങ്ങൾ കണ്ടിട്ട്. സോ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെ അവൻ എന്നെ കണ്ട സന്തോഷത്തിൽ, എക്സൈറ്റ്മെൻറ്റിൽ പുറത്തേക്ക് ഓടി വരികയാണെന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ല, കുട്ടി അമ്മ പുറത്തേക്ക് ഇട്ട് എൻ്റെ സന്തോഷത്തിൽ ഓടി വന്നതാണ്. അങ്ങനെ അവൻ അവൻ്റേതായ ലോകത്തിൽ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടേതായ കാര്യങ്ങളും വർത്താനം ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. അങ്ങനെ കുട്ടി നമ്മൾ കഴിക്കുന്ന കുട്ടികൾക്കും കഴിക്കാൻ ആഗ്രഹം തോന്നുമല്ലോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ വർത്താനം പറയാണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളോട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. അവൾ കാണിച്ച പണിയാണത്. അവളത് സ്ലോ മോയിലിട്ടിട്ട് എൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നു. ഫ്രണ്ടായി പോയില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയോ കിടന്ന് തള്ളുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഈ ഭൂലോകത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ പ്രിങ്കിൾസും പിന്നെ ഒരു 7up കോള അങ്ങനെ എന്തോ സാധനം ഓർഡർ ചെയ്തായിരുന്നു, ജ്യൂസൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെയും ഞങ്ങളുടെ വർത്താനം കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഞാനീ പുലർച്ചെ എണീറ്റ് പോണത് അവൾക്ക് വലിയ പിടിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ അവളുടെ ഉറക്കം നശിപ്പിക്കാണ് കാരണം. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് തെറിയൊന്നും പറയാണ്ട് ടാറ്റ പറഞ്ഞിട്ട് അവൾ വാതിലടച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്താനായി. വീട്ടിലെത്തണ വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. നല്ല രസമുണ്ട്. 8 മണി നേരത്തൊക്കെ പുറത്തിറങ്ങാൻ എന്ത് ഭംഗിയായിരുന്നു കാണാനെന്നറിയാം. പക്ഷേ തീരെ ഭംഗിയില്ലാത്തൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഈ ചെന്നൈ നഗരത്തെ മൊത്തം വേസ്റ്റാണത്. അങ്ങനെ ഞാൻ ആ പ്രഭാത കാഴ്ചകളെല്ലാം കണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 to 15 minutes ഉള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഞാൻ എത്തിയ ഉടനെ ഞാനൊരു 10 minutes കഴിഞ്ഞിട്ട് എനിക്ക് കയറേണ്ടി വന്നു. രാവിലെ നേരത്തെ കയറാൻ പറഞ്ഞിരുന്നു. ബിക്കോസ് വൈകിട്ട് നമുക്ക് നേരത്തെ ലോഗ് ഓഫ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ, പക്ഷേ ഇല്ല, നോ. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം എൻ്റെ ഇടയിൽ എനിക്ക് ഗ്യാപ്പൊക്കെ കിട്ടി. പക്ഷേ എവിടെയും പോകാൻ പറ്റിയില്ല, സാറ്റർഡേ ആണെങ്കിലും. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം, ഒരു എനർജിക്ക്. കേട്ടിട്ടില്ലേ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പോൾ ശരി, ബൂസ്റ്റ് കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ബൂസ്റ്റ് കുടിക്കാൻ ഓർഡർ ചെയ്ത് വന്നിരിക്കുകയാണ് അവിടെ. അങ്ങനത്തെ വെരി നെക്സ്റ്റ് ഡേ സൺഡേ ആയപ്പോൾ ശരി, ഇന്നലെയും വീട്ടിലിരിക്കുകയായിരുന്നു. ഇന്ന് എങ്ങടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫിനിക്സ് മാളിൽ പോകാൻ നിൽക്കുകയാണ്. ഫിനിക്സ് മാളിൽ ഞങ്ങൾ PVRൽ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. മമ്മൂട്ടിയുടെ പടം കളങ്കാവലൻ. സോ ആ പോണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അതായത് എന്തോ വിശേഷമുണ്ട് തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ സ്ഥലത്തുണ്ട് കാണാണ്ട് ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വെറുതെ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫിനിക്സ് മാൾ എത്തി. ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഫുള്ള് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ബിക്കോസ് സിനിമ തുടങ്ങാൻ ഒരു 20 minutes ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്ക് ചെയ്ത് ഉള്ളിൽ കയറി മുകളിലെത്തുമ്പോഴേക്കും സമയമാവുമെന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പറ്റണതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അങ്ങനെ ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ പോവാണ് പാർക്കിംഗ് ലോട്ട്. ആംബുലൻസ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. വെറുതെ വന്നായിരുന്നു, ചെന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷേ
നമുക്ക് ടൈമില്ല, സിനിമയ്ക്ക് വേഗം പോകണം. ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്മസ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇനിയുണ്ട്, കുറച്ചുകൂടി മുന്നിൽ പോയാൽ നമുക്ക് കുറച്ചുകൂടി കിട്ടും. പക്ഷേ സമയമില്ലാത്ത കാരണം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങി. സിനിമയൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു കണ്ണാടി കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചേട്ടൻ അവിടെ വന്ന് കുമ്മനടിക്കുന്നു. എനിക്ക് തീരെ പിടിച്ചില്ല. കുഴപ്പമില്ല.